ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡിലേക്ക് എടുക്കുമ്പോൾ രാഹുൽ ഈശ്വർ PMK അടക്കം BJP അടക്കം പറയുന്നത് 2021 തൊട്ട് 22 തൊട്ട് 2023 അത് 2024 അവസാനിക്കുന്ന സമയത്ത് 1000-ലധികം കേസുകളുടെ വർധന, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമ കേസുകളുടെ വർധനവ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതായത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം, കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. DMK നടപ്പാക്കുന്ന വെൽഫെയർ പ്രോഗ്രാംസ് ഫോർ വിമൻ, അത് ഒരുപക്ഷെ ഈ ചർച്ചയിൽ പറഞ്ഞു തീർക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത് ഈ സൗജന്യ ബസ് യാത്ര തൊട്ട് 1000 രൂപ അലവൻസ് തൊട്ട് ഈ തോഴി വിമൻ ഹോസ്റ്റൽ തൊട്ട് സ്ത്രീകൾക്ക് ഈ അതായത് ഈ റൂറൽ ഏരിയയിലൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി ചെലവഴിച്ച വിവാഹത്തിന് ചെലവഴിച്ച തുകയടക്കമുള്ള അത്രയും വിപുലമായിട്ട് പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു സർക്കാർ DMK സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ ഒരു ശത്രുത നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ റൈവൽറി വ്യക്തമായി നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ പരിപൂർണമായിട്ട് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് BJP കടക്കുക, വനിതാ BJP പ്രവർത്തകരെ തെരുവിലേക്ക് ഇറക്കിവിടുക, DMK സർക്കാർ നടപ്പാക്കുന്നത് ഗുണ്ടായിസമാണെന്ന് സ്ഥാപിക്കുക, അതൊരു സ്ത്രീ സംരക്ഷണം എന്നുള്ള വ്യാഖ്യാന അല്ലെങ്കിൽ അത്തരം ഒരു പൊയ്മുഖം കാണിച്ചുകൊണ്ട് DMK സർക്കാരിന്റെ ജനപിന്തുണ തകർക്കാനുള്ള ശ്രമം നടത്തുക. അതല്ലേ BJP അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ അതിൽ വല്ല അർത്ഥമുണ്ടോ? അപർണാജി, ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഒരു സമൂഹത്തിന്റെ സിവിലൈസേഷനിലായ സാംസ്കാരികവും നാഗരികവുമായ ഉയർച്ച കാണിക്കുന്നത് ആ സമൂഹം എങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും ട്രീറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് എന്ന് പറയാറ്. അപ്പൊ നമുക്ക് എന്നും ആ രീതിയിൽ സ്ത്രീകളോടും കുട്ടികളോടും വാറിൽ പോലും പലപ്പോഴും ആ റെസ്പെക്റ്റും മറ്റും കീപ്പ് ചെയ്യാറ്. രണ്ട്, എവറി ക്രൈം ഈസ് എ ക്രൈം അഗൻസ്റ്റ് ദി സ്റ്റേറ്റ്. അതുകൊണ്ട് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ അതിന് ഉത്തരം പറയണമെന്ന് നേരത്തെ സംശയമില്ല. ഇന്ന് BJP റേപ്പെന്നോ DMK റേപ്പെന്നോ കോൺഗ്രസ് റേപ്പെന്നോ റേപ്പെന്നോ ഇല്ല. ഘടനാപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ചെയ്യാത്തതിന് അവരെ പോസിറ്റീവായി വിമർശിക്കുന്നതിലും തെറ്റില്ല. ഉദാഹരണം, ഡൽഹിയിലാണെങ്കിൽ 1826 ക്യാമറാസ് പെർ CCTV പെർ മൈൽ സ്ക്വയർ ഉണ്ട്. ഇത് ഏകദേശം ചെന്നൈയുടെ 3 ഇരട്ടിയാണ്. അപ്പോൾ നമുക്ക് CCTV പോലുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ മനസ്സിൽ പേടിയുണ്ടാക്കും. എല്ലാ സ്ഥലങ്ങളിലും CCTV വരുമ്പോൾ ഇപ്പൊ സ്വകാര്യത ശരിയാണ്, നമ്മളും സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും CCTV ഒരു സൂപ്പർവിഷനോ നമ്മളും ആഗ്രഹിക്കില്ല. പക്ഷേ റിയലിസ്റ്റിക്കലി വരുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിക്കുള്ളിൽ വന്ന് റേപ്പ് ചെയ്യാൻ ഒരാൾക്ക് ഒരു അഹങ്കാരം അല്ലെങ്കിൽ ദി ഒഡാസിറ്റി തോന്നുന്നത് പിടിക്കപ്പെടില്ല എന്നുള്ള ചിന്ത കൊണ്ടല്ലേ. പ്രത്യേകിച്ച് നമുക്ക് മദ്രാസിലെയും അല്ലെങ്കിൽ ചെന്നൈയിലെയും തമിഴ്നാട്ടിലെയും പല യൂണിവേഴ്സിറ്റികളും അറിയാം, വലിയ ക്യാമ്പസുകളാണ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു CCTV പോലുള്ള ഒരു മെഷർമെന്റ് ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുക? അപ്പൊ അവിടെയാണ് ഇതിനൊന്നും ഒരുപാട് രൂപയാവില്ല. പല CCTVയും ഒരു വലിയ രീതിയിൽ കോൺട്രാക്ട് കൊടുത്താൽ, തമിഴ്നാട്ടിൽ നമുക്കറിയാം കറപ്ഷൻ ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. ആരെ കൊണ്ടെങ്കിലും കമ്മീഷൻ കൊടുത്ത് ഇത് വെച്ചാലും കാര്യമായ CCTVകൾ കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവായ ഇമ്പാക്ട് ഉണ്ടാക്കും. അപ്പൊ അതിനെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അപ്പം ഈ രീതിയിലുള്ള ഒരു റിയലിസ്റ്റിക് പ്രശ്നം, ഘടനാപരമായ പ്രശ്നമുണ്ട്, നമ്മൾ അഡ്രസ് ചെയ്യാതിരിക്കരുത്. അത് പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ വില്ലിന്റെ ഭാഗമാണ്. ശ്രീ സ്റ്റാലിൻ വളരെ പ്രഭാവത്തോടെ ഭരിക്കുന്ന ഒരു വ്യക്തിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നല്ല രീതിയിൽ പ്രതിപക്ഷ സ്വരങ്ങളും ഉണ്ടാകണം. ഇപ്പൊ നാളെ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതേപോലെ നടന്നെങ്കിൽ, ഒരു യൂണിവേഴ്സിറ്റിക്കുള്ളിൽ നടന്നെങ്കിൽ, അതിവിദഗ്ധമായി നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് വരെ ചോദിക്കില്ലായിരുന്നു. അപ്പം അതൊക്കെ രാഷ്ട്രീയം ഇതിന്റെ ഭാഗമായിട്ട് വരും. അതിനെ നമുക്ക് എങ്ങനെ എതിർക്കാൻ കഴിയുക? രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ വരും. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാധ്യമങ്ങളും പൊതുസമൂഹവും റേസ് ചെയ്യേണ്ടത് കൂടുതൽ CCTV വേണം, കൂടുതൽ ജെൻഡർ സെൻസിറ്റൈസേഷൻ വേണം. വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ ബോയ്സ് എന്ന് PM നരേന്ദ്രമോദി റെഡ് ഫോർട്ടിൽ നിന്ന് പറയുന്നുണ്ട്. ആണുങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതായത് ആൺകുട്ടികൾക്കാണ് പലപ്പോഴും ഒരു സെക്ഷുവൽ എഡ്യൂക്കേഷനും ജെൻഡർ സെൻസിറ്റൈസേഷനും റെസ്പെക്ട് ഫോർ വുമണും നോ മീൻസ് നോയും കൺസെന്റിന്റെ അർത്ഥവും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ ഒരു സമൂലമായ പരിവർത്തനവും വേണം. അപ്പൊ ഇതൊരു ഷോർട്ട് ടേം പ്രോജക്റ്റ് അല്ല, ഇതൊരു ലോങ് ടേം പ്രോജക്റ്റ് ആണ്. അതിന്റെ ഭാഗമായി ഒരുപാട് ഷോർട്ട് ടേം ആയിട്ടുള്ള സ്ട്രാറ്റജീസും മറ്റും നമ്മൾ എടുക്കേണ്ടി വരും. അതിന്റെ ഭാഗമായി CCTV ഒക്കെ വരുന്നത് നല്ലതാണ്. തമിഴ്നാട് പ്രത്യേകിച്ച് നമുക്കറിയാം, തമിഴ് സംസ്കാരം നേരത്തെ മീരാ മാഡം പറഞ്ഞ പോലെ മഹത്തരമായ സംസ്കാരമാണ്. അമ്മ എന്നൊക്കെയാണ് വിളിക്കുന്നത് സ്ത്രീകളെ. പലപ്പോഴും പ്രായം കുറഞ്ഞ സ്ത്രീകളെ പോലും അമ്മ എന്ന് വിളിക്കാൻ മഹത്വം കാണിക്കുന്ന നമ്മുടെ ആ തമിഴ് സംസ്കാരവും കൾച്ചറും വലുതാണ്. പക്ഷേ ഇതേപോലുള്ള പെർവേർട്ടുകളും ആഭാസന്മാരും എല്ലാവരിലും കാണും. 10,000-ലോ 1 കോടിയിലോ ഒന്നായിരിക്കും. പക്ഷേ അവരെ ക്രിമിനൽസായി തടഞ്ഞു നിർത്താൻ പൊളിറ്റിക്കൽ സോഷ്യൽ വില്ല് വേണം, അതിന് മെഷർമെന്റുകൾ വേണം. ഈ റെസ്പോൺസിബിലിറ്റിയും ഈ ഉത്തരവാദിത്വം ആ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുക്കണ്ടേ? വേറെ ആരാ ഏറ്റെടുക്കേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റ് അത് വിമർശനമായിട്ടല്ല, പോസിറ്റീവ്ലി എടുത്തുകൊണ്ട് ഞങ്ങൾ ഘടനാപരമായി ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന സേഫ്റ്റികൾ ഉണ്ടാക്കും. ഇപ്പൊ നമുക്ക് ബസ്സിലടക്കം പലപ്പോഴും തോണ്ടൽ കൊണ്ടും ഒരുപാട് പിച്ചൽ കൊണ്ടുമാണ് നമ്മുടെ സഹോദരിമാരും സുഹൃത്തുക്കളും പോകേണ്ടി വരിക. CCTV കൂടുതൽ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു. ഡെഫിനറ്റ്ലി ഫിയർ ഉണ്ടാവും, തെളിവുണ്ടാകും.
അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെഷറബിളായ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഹെൽപ്പോടുകൂടി തെളിയിക്കാൻ കഴിയുമ്പോൾ ഒരു ഫിയർ എലിമെന്റ് ഭയങ്കരമായിട്ട് ഉണ്ടാകും. അതില്ലാതെ എങ്ങനെയാണ് നമുക്ക് പോകാൻ കഴിയുക? അപ്പൊ ഈ രീതിയിൽ സ്ട്രോങ് ആയ ഒരു പൊളിറ്റിക്കൽ വിൽ വേണം. DMK ഒരുപാട് നല്ല പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട് പൊളിറ്റിക്സ്, ഈ രേവടി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ വെൽഫെയറിസം, പോപ്പുലർ വെൽഫെയറിസവും പോപ്പുലിസവും കൂടി നിൽക്കുന്നതാണ്. ജയലളിത അമ്മ ഉണ്ടായിരുന്നപ്പോൾ 3 രൂപയ്ക്ക് 3 രൂപയ്ക്കും 2 രൂപയ്ക്കും അമ്മ ക്യാൻറ്റീൻസ് ഉണ്ടായിരുന്നു, നല്ല ഇഡ്ഡലി കിട്ടുമായിരുന്നു, അതെല്ലാം നല്ലതാണ്. അതൊക്കെ ഒരു അർത്ഥത്തിൽ നമ്മുടെ എല്ലാവർക്കും ഒരു എന്താ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിന്റെ ആംഗിൾ നല്ലതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കും കൂടെ അവർക്ക് കാശ് ചെലവഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ചിന്തിക്കാത്തത് പോരായ്മയെന്ന് ചൂണ്ടിക്കാണിച്ച് അത് മുഴുവൻ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? അവിടെയാണ് ശ്രീ വിജയുടെയോ അല്ലെങ്കിൽ ശ്രീ അണ്ണാമലയുടെ AIADMKയുടെ ഇനി ബാക്കി പാർട്ടികൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഹുൽ, ഞാനതൊരു പൊളിറ്റിക്കൽ വശം, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഇത് കഴിഞ്ഞ ശേഷം സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം നടക്കുന്നത് നോക്കൂ ചെന്നൈയാണ് അല്ലെങ്കിൽ തമിഴ്നാടാണ് എന്നാണ് PMK അടക്കമുള്ളവർ പറയുന്നത്. ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ, ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ, ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഗുണ്ടാബന്ധമുള്ളവരാണ്, അതുകൊണ്ട് ഗുണ്ടകളെ അടിച്ചുവിടുകയാണ് എന്ന തരത്തിലുള്ള ആരോപണം ഉയർത്തപ്പെടുന്നില്ല. ഒരുപക്ഷെ പോലീസിനെ സംശയിക്കുമായിരിക്കും, അല്ലെങ്കിൽ പോലീസ് ഇതിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് പറയുമായിരിക്കും. ഉത്തർപ്രദേശിൽ ഒരു വിഷയം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതി അവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വളർത്തിക്കൊണ്ടുവരുന്ന ഗുണ്ടാ സംഘത്തിന്റെ ഭാഗമാണ് എന്നാരും ആരോപിച്ചു കേട്ടിട്ടില്ല. ആ തരത്തിലുള്ള ആരോപണം പോലും MK സ്റ്റാലിനെതിരെ ഉന്നയിക്കുന്നു. പഴയ കാര്യങ്ങൾ എടുത്തു പറയുന്നു, അഴഗിരിയുടെ ബന്ധങ്ങൾ വരെ എടുത്തു പറയുന്നു. ആ തരത്തിൽ ഒരു ഗുണ്ടാ കണക്ഷനുണ്ട്. അതുകൊണ്ട് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. പരസ്യമായി ചെന്നൈ നഗരത്തിൽ നടന്ന ഈ സംഭവം അതൊരു വാണിംഗ് ആണ്. സർക്കാരിന് മുകളിൽ ഒരു ലോബി ആ നഗരം ഭരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് എന്നതടക്കം പറഞ്ഞിട്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. അത് വെറും രാഷ്ട്രീയമില്ലേ, ഒറ്റപ്പെട്ട ഒരു സംഭവം, അതിനെ പൊലിപ്പിച്ചു കാണിക്കുകയാണോ എന്നുള്ളതാണ്. അല്ല, പൊളിറ്റിക്സ് വരുമ്പം പൊളിറ്റീഷ്യൻസ് വരുമ്പം പൊളിറ്റിക്കൽ നെറേറ്റീവ് വരും. ഒരുപക്ഷെ അപർണാജിക്ക് ഓർമ്മയാണ് BJPയുടെ MLA കുൽദീപ് സെങ്കാർ നമ്മുടെ ഉണ്ണാവോ റേപ്പ് കേസ് എന്ന് പറയുന്ന വളരെ പ്രമാദമായ റേപ്പ് കേസ്, അവരുടെ ഫാമിലി കൊല്ലപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചതാണ്. രൂക്ഷമായി വിമർശിക്കപ്പെടണം. ആർക്കാ അതിന് എതിർപ്പുള്ളത്? ഏതെങ്കിലും ഒരു കോൺഗ്രസോ BJPയോ CPMോ ആപ്പോ അവരുടെ പാർട്ടിയിൽ ഒരു റേപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെയല്ലേ എന്റെ ഏറ്റവും വലിയ മാന്യതക്കേട്. അപ്പൊ ആര് റേപ്പ് ചെയ്താലും റേപ്പാണ്. റേപ്പിന് രാഷ്ട്രീയ മാനങ്ങളില്ല എന്നുള്ള തിരിച്ചറിവിൽ റേപ്പിനെതിരെ അല്ലെങ്കിൽ ബലാത്സംഗങ്ങൾക്കെതിരെ അതിശക്തമായ അവയർനെസ്സും ആക്ഷനും, 2 രീതിയിലാണ് എല്ലാ സോഷ്യൽ ചേഞ്ചും ഉണ്ടാകുന്നത്, ബോധവൽക്കരണവും ലീഗൽ ആക്ഷനും. 2 രീതിയും കൊണ്ടുവരണം. ഇനി നാളെ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ വിമർശിക്കണം, അല്ലെങ്കിൽ വേറൊരു അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിൽ പുള്ളിയെ വിമർശിക്കണം, കേരളത്തിലാണെങ്കിൽ കേരളത്തിനെ വിമർശിക്കണം. പക്ഷേ നമ്മളതിൽ സെലക്ടിവിറ്റി കാണിക്കരുത്. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അവരുടേതായ ലിമിറ്റേഷൻ ഉണ്ടാകും. നാളെ ഇപ്പോൾ ഉണ്ണാവോ റേപ്പിൽ BJP MLA ഇൻവോൾവ് ആയാൽ അണ്ണാമലയ്ക്ക് പറയാൻ പരിധികൾ കാണും, അല്ലെങ്കിൽ നാളെ വിജയുടെ പാർട്ടിയിൽ ഒരാൾക്ക് സംഭവിച്ചാൽ വിജയ്ക്ക് പറയാൻ പരിധികൾ കാണും. അതിനാണല്ലോ പൊതുസമൂഹം, അതിനാണല്ലോ സിവിൽ സൊസൈറ്റി, അതിനാണല്ലോ മാധ്യമങ്ങൾ. അപ്പോൾ പരമാവധി അവരെ പ്രതിരോധത്തിലാക്കുകയും അതിൽ നിന്ന് നല്ലൊരു നടപടിയും നിലപാടും എടുപ്പിക്കണം. പരമാവധി അവർക്ക് ആ രീതി അവർക്ക് ഹിറ്റ് ഉണ്ടാകണം, ഒരു സോഷ്യൽ ഹിറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയ ഹിറ്റ് ഉണ്ടാകണം. 2, നമ്മൾ ഒരിക്കലും ഈ പെൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്നും സേഫായി പോകുന്ന കോളേജിനുള്ളിലേക്ക് കയറുമ്പോൾ ആ പെൺകുട്ടി ജീവിതത്തിൽ വിചാരിച്ചു കാണും ഇങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പോൾ ഒരു കാരണം എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മറ്റേ ആസാറാം ബാപ്പുവിനെ പോലുള്ള പ്രാന്തന്മാർ മാത്രമേ നമ്മുടെ ഡൽഹിയിലെ കേസ് ജ്യോതി അല്ലെങ്കിൽ നിർഭയയുടെ കേസിനെ ന്യായീകരിച്ചുള്ളൂ. ഞാൻ ആ പെൺകുട്ടിയുടെ നിർഭയയുടെ അച്ഛനെ അമ്മയൊക്കെ പരിചയപ്പെട്ടുണ്ട്, പലതവണ സുപ്രീം കോടതിയിൽ പോയി സംസാരിക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആസാറാം ബാപ്പുവിനെ പോലുള്ള ആൾക്കാർ വന്നപ്പോൾ നല്ലൊരു ശതമാനം ഹിന്ദു സംഘടനകൾ പറഞ്ഞു ഇയാൾക്ക് ഭ്രാന്താണ്, റേപ്പിസ്റ്റുകളോട് ഭയ്യ മുജെ ചോർദോ എന്ന് പറയണമായിരുന്നു. പഴയ 70കളിലെ സിനിമയിൽ 80കളിലെ സിനിമയിൽ പ്രാണിനോടും നമ്മുടെ TG രവിയോടും ഒക്കെ പറയുന്നത് പോലെ പറയണമെന്നൊക്കെ പറയുന്നത് അപഹാസ്യമാണ്. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ രാഷ്ട്രീയം, മതം, ജാതി, സമുദായം തുടങ്ങിയ കാര്യങ്ങൾ പാടില്ല. കാര്യം എവിടെ റേപ്പ് ചെയ്യപ്പെട്ടാലും UPയിലെ റേപ്പും റേപ്പാണ്, കേരളത്തിലെ റേപ്പും റേപ്പാണ്, തമിഴ്നാട്ടിലെയും കാശ്മീരിലെ റേപ്പും റേപ്പാണ്. കുറച്ചൊക്കെ രാഷ്ട്രീയം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമായിരിക്കും. പക്ഷെ പൊതുജനങ്ങൾ ഘടനാപരമായി തന്നെ നോക്കാം, കൂടുതൽ CCTVകൾ, കൂടുതൽ ജെൻഡർ സെൻസിറ്റൈസേഷൻ. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ജെൻഡർ സെൻസിറ്റൈസേഷൻ, നേരത്തെ മാളവിക മാഡം പറയുന്നുണ്ടായിരുന്നു, അത് TVയിലിരുന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. എത്ര സ്കൂളുകളിലോ എത്ര കോളേജുകളിലോ കൺസെന്റും കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അറ്റ്ലീസ്റ്റ് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലൊന്നുമില്ല, പാസിംഗ് റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും പോകുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത്തരം ഘടനാപരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൂടെ? എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? ഈ ചോദ്യം നമ്മൾ ആത്മപരിശോധനയോടുകൂടി സ്വന്തമായിട്ട് ചോദിക്കണ്ടേ? ഓക്കെ, ഞാൻ തിരികെ എത്താം രാഹുൽ. ഓക്കെ.